ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പച്ചടി. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ചിലർക്കെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി ഇടുന്നത്. ഇത് തൈരായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ പച്ചടിയായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. തൈരും നമുക്ക് കടുക് വറുത്ത് ചേർക്കാനുള്ള സാധനങ്ങൾ മാത്രമേയാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ്, വലിയൊരു കപ്പിന് ഒരു കപ്പ് നല്ല കട്ട തൈരാണ്. കണ്ടോ, അധികവും പുളിയൊന്നും ഇല്ലാത്ത കട്ട തൈരാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എണ്ണ വേണം, അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 2 വറ്റൽമുളക്, പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞാണ്, അതെങ്ങനെ വേണമെങ്കിലും അരിയാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടുക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കടുക് എണ്ണയ്ക്കകത്ത് പൊട്ടിക്കാനായിട്ട് വേറെ വേണം, ഇത് ചതച്ചെടുക്കണം. ചെറിയ ഇടിക്കല്ലിലോ വല്ലോ ജസ്റ്റ് ഒന്ന് ചതച്ചൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് അല്പം ജീരകപ്പൊടി വേണം, ഉലുവയുടെ പൊടിയും വേണം. ഇപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ചൂട് കട്ടിയുള്ള ചെറിയ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മൾ കടുക് വറുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ കടുക് വറുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിം, ഒരിക്കലും നമ്മൾ തീ കൂട്ടി വെക്കരുത്, എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ശേഷം മാത്രമേ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാവൂ. ഓണായിരിക്കുമ്പോൾ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കരുത്. എന്നാൽ നമ്മൾ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് കടുക് ചതച്ചത് അത് നമുക്ക് ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ജീരകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് അവരവരുടെ തൈരിൻ്റെ പുളിക്കും ഒക്കെ അനുസരിച്ച് വേണം ഉപ്പിടാൻ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത്രേ ഉള്ളൂ, നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആയില്ലേ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. മിക്ക ആൾക്കാർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഈ റെസിപ്പി ഇട്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇത് നമുക്ക് ഒരാഴ്ചയോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിത് വെളി വെക്കരുത്. വെളി വെച്ച് കഴിഞ്ഞാൽ പുളി കൂടിപ്പോവും. നമ്മളിത് ഒരു ചെറിയ കുപ്പിക്കകത്ത് വല്ലതും എടുത്ത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം. ബൈ.